അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞ ഒരു സഹാബിയുടെ കഥയാണ് നാം ഇന്നലെ പറഞ്ഞത്. നമ്മുടെ പരാതികൾ അല്ലാഹുവിനോട് പറഞ്ഞു നാം ഇന്നലെ ചെയ്യുന്നു. എന്തായാലും അത് ഓർമ്മയുണ്ടാവും. സഹാബിയുടെ അടുത്ത് വന്നൊരു പരാതി പറഞ്ഞു. അറിയോ? ഓർമ്മയുണ്ടോ? ഓർമ്മശക്തിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണമാണ് കാസർഗോഡ് കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് എന്റെ ഓർമ്മ ഒട്ടും പോലെ എല്ലാ വീട്ടിലും ചായ പിന്നെ ഇവിടുത്തെ മയ്യത്തപ്പം മുട്ടമാല മൊയ്തിമാല ഒരുപാട് മാലയൊക്കെ അതൊക്കെ തിന്നാൻ ഓടാനൊക്കെ മുട്ടമാല അങ്ങനെ ധാരാളം ഭക്ഷണങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ ഓർമ്മശക്തിക്ക് നല്ല ഭക്ഷണങ്ങളാണ് കഴിക്കും. പക്ഷെ ഇന്നലെ പറഞ്ഞ ദിവസത്തെ മറന്നുപോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് വന്ന് പരാതി പറഞ്ഞു, സഹോദരൻ ഇന്നലീ ഇംറഅത്തൻ എനിക്കൊരു പെണ്ണുണ്ട് നബിയെ. പക്ഷേ ആ പെണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് ഞാൻ വന്നതാണ്. അള്ളാന്റെ റസൂലിനോട് ചോദിച്ച പെണ്ണിന്റെ പ്രശ്നം എന്താ? കാണാൻ സുന്ദരിയാണ് നബിയെ, പക്ഷേ ആ പെണ്ണിനുള്ള പ്രശ്നം തൊടുന്നവരുടെ കൈ തട്ടിക്കളയാത്ത പെണ്ണാണ് എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ മുമ്പിലൂടെ പുരുഷന്മാരെ നടന്നു പോകുമ്പോൾ ഓട്ടമയക്കുന്ന പെണ്ണാണ് നബിയേ. ഏത് ചെറുപ്പക്കാരനെ കണ്ടാലും അറിയാതെ നോക്കിപ്പോകുന്ന പെണ്ണാണ്. സൗന്ദര്യമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ എന്റെ വീടിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലേ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കാറുണ്ട്, അവരുമായി സംസാരിക്കാറുണ്ട്, അവരുമായി പല വിധത്തിലുള്ള ബന്ധങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ അതിനെനിക്ക് പരിഹാരം കാണിച്ചു തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത പരിഹാരം എന്തെന്നറിയോ? തൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ തൊലിക്കുക എന്നല്ല. തൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ അവളെ തൊലാക്ക് ചെല്ലുക. അതൊക്കെ പരിഹാരമുള്ളൂ. അവളെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതം ഭംഗിയാവുകയില്ല. പല പുരുഷന്മാരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന, സമ്പർക്കം പുലർത്താൻ ആഗ്രഹിക്കുന്ന, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷം തരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവളെ നീ തൊലാക്ക് ചെല്ലുക. അവൾക്ക് ഭയങ്കര സൗന്ദര്യമാണ്, സ്വഭാവ ദൂഷ്യമൊക്കെ ഉണ്ടെങ്കിലും ആളൊരു സുന്ദരി കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് തൊലാക്ക് ചെല്ലാൻ കഴിയുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്നാൽ അവളെ തൊലാക്ക് ചെല്ലാതെ വെച്ചുകൊണ്ടിരുന്നു. നീ അനുഭവിക്കാനുള്ളത് നീ തന്നെ അനുഭവിച്ചു തീർക്കണമെന്ന് ലോകത്തിന്റെ മണിദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആണതിന്റെ പ്രശ്നം 38 കിലോ മാണിക്യത്തെ കെട്ടുന്നതിന്റെ പ്രശ്നമതാണ്. സൗന്ദര്യം മാത്രം നോക്കി പെണ്ണ് കെട്ടുന്നതിന്റെ പ്രശ്നമതാണ്. നാട്ടിലെല്ലാം തോന്നൂല സുന്ദരിയാണ്, പക്ഷേ ദുർമാർഗിയാണ്, ദുസ്വഭാവമാണ്. സൗന്ദര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പിണങ്ങാൻ തോന്നൂല, വീട്ടിൽ കൊണ്ടാക്കാൻ തോന്നൂല, വഴക്കിടാൻ തോന്നൂല, കേസ് കൊടുക്കാൻ തോന്നൂല, തൊലാക്ക് ചെല്ലാൻ തോന്നൂല. കാരണം സുന്ദരിയാണ്, കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സൗന്ദര്യം മാത്രം നോക്കി വിവാഹം കഴിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൗന്ദര്യം മാത്രം നോക്കരുത്. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ നീ തിരഞ്ഞെടുത്തു പോയാൽ നിന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുകയില്ല, കലഹമുണ്ടാകുകയില്ല, കലാപമുണ്ടാകുകയില്ല, കരം മുടഞ്ഞു പോവുകയില്ല, പാത്രം വളർത്തി എറിയുകയില്ല. കുടുംബ കോടതികൾ കേസ് കൊടുത്തുകൊണ്ട്, വക്കീലുമാർക്ക് കാശ് കൊടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കരുണീമടിയാണ് സുന്ദരിക്കുട്ടി വക്കീലുമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കോടതി വളപ്പിന് കറങ്ങി നടക്കൂല. അതിനെന്താ ചെയ്യാനുള്ളതെന്നറിയോ?
ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണം. കാസർഗോഡ് ജില്ലയിലെ 17 വയസ്സല്ല 18 വയസ്സല്ല 19 വയസ്സുള്ള പെൺകുട്ടിമാരോട് പറയുകയാണ്, നല്ലൊരു കുടുംബജീവിതം നിനക്ക് വേണ്ടേ പെങ്ങളെ, നല്ലൊരു സന്തോഷമുള്ള കുടുംബജീവിതം നിനക്ക് വേണ്ടേ. ഇന്നലെ പ്രഭാഷണം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷവും ഞാൻ ഈ പരിസരത്തോട് എന്റെ സുഹൃത്തായ അത്തലമിന്റെ വാഹനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ പ്രിയപ്പെട്ട സഹോദരിമാര് കോരിത്തെറിയുന്ന മഴ നനഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി തീർന്നിട്ടില്ല. 16-കാരിയും 17-കാരിയും 18-കാരിയുമല്ല. അവങ്കരയുടെ പരിസരത്തോടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണമെങ്കിൽ ിന്റെ മക്കാമിന്റെ മുറ്റത്ത് വന്നിരിക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, ഇന്ന് നേരം പുലർന്നിട്ടെത്ര സലാത്ത് ചൊല്ലി, എത്ര പേര് ഖുർആനോദി, എത്ര വർഷത്തെ കൃത്യമായി നിസ്കരിച്ചു പെങ്ങളെ. ഉറക്കറയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് വിരിപ്പിലിരുന്നുകൊണ്ട്, നെട്ടയിലിരുന്നുകൊണ്ട്, കട്ടിലിരുന്നുകൊണ്ട് നൂറുകണക്കായ സലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവേ, നല്ല ഒരു ഭർത്താവിനെ, നല്ല കുടുംബ ജീവിതത്തെ എനിക്ക് തരണേ അല്ലാഹ്. ഒരു വീട്ടിൽ നിന്നപ്പോൾ 2 സഹോദരിമാർ 2 കത്തെഴുതിയിട്ടുണ്ട്. 2 കത്തിലുമുള്ളത് നമ്മുടെ വിഷയമാണ്, കുടുംബഫലം. ആകെ 2 വീട്ടിലെ കയറുള്ളൂ, 2 വീട്ടിലും കത്തി. ഈ തരത്തിൽ 50 വീട്ടിൽ കയറിയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ